നമ്മൾ സാധാരണയായിട്ട് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്, സഹനശക്തി എന്ന് പറയുന്നൊരു സാധനം സ്പോർട്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണ സംസാരിക്കാറുള്ളത്. എന്നാൽ സംരംഭകത്വവും എൻഡ്യൂറൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് എൻഡ്യൂറൻസ്. നമ്മൾ സംരംഭകത്വത്തിൽ ഇറങ്ങുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കും. തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടില്ല നമ്മളെടുത്ത്, 2 മാർക്കറ്റില്ല, 3 നല്ല സ്റ്റാഫിനെ കിട്ടാനില്ല, പാർട്ട്ണർമാർ ചതിക്കുന്നു, കൂടെയുള്ള സ്റ്റാഫ് നല്ല സ്റ്റാഫ് വിട്ടുപോകുന്നു, കൂടുതൽ ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നില്ല, കൂടുതൽ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, കൂടുതൽ കസ്റ്റമർ അക്വസിഷൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഒരു സംരംഭക ജീവിതത്തിൽ എല്ലാവരും കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഒരു എൻഡ്യൂറൻസ് എങ്ങനെ ഇതിനെ സഹായിക്കും? ഇതിന് ഒരു സഹിഷ്ണുത അല്ലെങ്കിൽ എന്തിനുള്ള സഹനശക്തി നമ്മളൊരു സ്പോർട്സിലൂടെ പഠിക്കുന്നത് പോലെ, നമ്മൾ നന്നായി നീന്തുമ്പോൾ കടലിലേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കും കടലിൽ ഇറങ്ങിയാൽ വേഗം നമ്മൾ ചത്തുപോകും. എന്നാൽ അതിൻ്റെ കൃത്യമായ പരിശീലനത്തിലൂടെ 40 കിലോമീറ്റർ നീന്താൻ വേണ്ടി പറ്റുമെന്നത് ഈ മാസം 16, 17 അത് തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കായലിൽ, കടലിൽ, പുഴയിൽ 40 കിലോമീറ്റർ തുടർച്ചയായി നീന്തുന്നു. ഇത് എങ്ങനെയാണ് കഴിയുന്നത്? തുടക്കത്തിൽ ഭയം തോന്നുന്ന ഒരാൾ സ്ഥിരമായ പരിശീലനത്തിലൂടെ, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാൻ നമ്മുടെ മനസ്സിൻ്റെ ഉൾക്കാഴ്ച അഥവാ മനസ്സിൻ്റെ ശക്തി, സ്ഥിരോത്സാഹം എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര വലിയ കടമ്പകളെയും നമുക്ക് കടക്കാൻ വേണ്ടി പറ്റും എന്നതാണ് ഈ 40 കിലോമീറ്റർ നീന്തലിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്നത്. ഇതേ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ സംരംഭകത്വത്തിൽ ലോണ് കിട്ടാതെ വരുമ്പോൾ, കസ്റ്റമറെ കിട്ടാതെ വരുമ്പോൾ, സ്റ്റാഫ് കൊഴിഞ്ഞു പോകുമ്പോൾ, പാർട്ട്ണർ ചതിക്കുമ്പോൾ, ഫണ്ടില്ലാതെയാവുമ്പോൾ, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അവിടെ മുഴുവൻ ഈ എൻഡ്യൂറൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 40 കിലോമീറ്റർ ഒരിക്കലും സാധിക്കാത്ത കടൽ, കായൽ, പുഴ നീന്തുന്നത് പോലെ സംരംഭകത്വത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കി അത് സംരംഭകത്വത്തിൽ വെന്നിക്കൊടി, വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ വേണ്ടി കഴിയും എന്നതാണ് സ്പോർട്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ എൻഡ്യൂറൻസ് നമ്മുടെ സംരംഭകത്വ ജീവിതത്തിലും നമുക്ക് പകർത്താൻ കഴിയുമാറാകട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു വെരി മച്ച്.